നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2023-24 സീസണിൽ അഥവാ ഈ സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആദ്യ പാദ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാം പാദ പ്രീ ക്വാർട്ടർ മത്സരങ്ങളാണ് നടക്കാനുള്ളത്. നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ഗംഭീര വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. റയൽ മാഡ്രിഡ് വിജയിച്ചിട്ടുണ്ട്. PSG വിജയിച്ചിട്ടുണ്ട്. അതേസമയം ബയേൺ മ്യൂണിക്കിനും അതുപോലെ തന്നെ ആഴ്സണലും അട്ടിമറി തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. FC ബാഴ്സലോണ സമനില വഴങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡ് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും ആദ്യപാദ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ അവസാനിച്ചതിന് പിന്നാലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഇപ്പോഴത്തെ പവർ റാങ്കിംഗ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് goal.com പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു പവർ റാങ്കിംഗ് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും അവസാന സ്ഥാനത്ത് അഥവാ 16ാം സ്ഥാനത്ത് വരുന്നത് FC കോപ്പൻഹാഗൻ ആണ്. ഏറെക്കുറെ അവർ പുറത്തായി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, മാഞ്ചസ്റ്റർ സിറ്റിയോട് 1-3 ഗോളുകളുടെ ഒരു പരാജയം അവർ ഏറ്റുവാങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ RB ലീപ്സിഗിന്റെ കാര്യം എടുത്തു പറയണം. അവർ 15ാം സ്ഥാനത്താണ്. അവർ റയൽ മാഡ്രിഡിനോടാണ് ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുള്ളത്. ഇനി 14ാം സ്ഥാനത്ത് വരുന്നത് റയൽ സോസിഡാഡ് ആണ്. PSG അവർ പരാജയപ്പെട്ടു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് പരാജയപ്പെട്ടത്. ഏറെക്കുറെ പുറത്തായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷെ അപ്പോഴും സാധ്യതകൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. 13ാം സ്ഥാനത്ത് വരുന്നത് PSV ആണ്. ബൊറൂസിയയോട് അവർ സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി 12ാം സ്ഥാനത്ത് വരുന്നത് നാപ്പോളിയാണ്. നമുക്കറിയാം, FC ബാഴ്സലോണയെ നാപ്പോളി സമനിലയിൽ തളച്ചിരുന്നു. 11ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് വരുന്നത്. ഇന്റർ മിലാനോട് ഒരു ഗോളിന്റെ പരാജയം അന്റോൻ ഗ്രീസ്മാനും സംഘവും വഴങ്ങിയിരുന്നു എന്നുള്ളതാണ്. 10ാം സ്ഥാനത്ത് വരുന്നത് ലാസിയോയാണ്. അവർ ബയേൺ മ്യൂണിക്കിനെ അട്ടിമറിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടാം പാദത്തിൽ കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയമാണ് ലാസിയോ ബയേണിനെതിരെ നേടിയിരിക്കുന്നത്. 9ാം സ്ഥാനത്ത് പോർട്ടോ വരുന്നു. ആഴ്സണലിനെ അട്ടിമറിച്ചവരാണ് പോർട്ടോ. പക്ഷെ രണ്ടാം പാദ മത്സരത്തിൽ എന്തും സംഭവിക്കാം. ആഴ്സണലിനെ ഒരു കാരണവശാലും എഴുതി തള്ളാൻ കഴിയില്ല. 8ാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്കാണ് വരുന്നത്. അവർക്ക് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി 7ാം സ്ഥാനത്ത് ആഴ്സണൽ വരുന്നു. അവരും പരാജയപ്പെട്ടു. ആദ്യ പാദ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. 6ാം സ്ഥാനത്ത് FC ബാഴ്സലോണ വരുന്നു. നാപ്പോളിയോട് സമനിലയാണ് FC ബാഴ്സലോണ വഴങ്ങിയിട്ടുള്ളത്. 5ാം സ്ഥാനത്ത് ബൊറൂസിയ വരുന്നു. ആദ്യ പാദത്തിൽ PSVയോട് അവർ സമനിലയാണ് വഴങ്ങിയിട്ടുള്ളത്. ഇനി 4ാം സ്ഥാനത്ത് PSG ആണ് വരുന്നത്. റയൽ സോസിഡാഡിനെ അവർ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചിരുന്നു. 3ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ വരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്താൻ ഇന്ററിന് കഴിഞ്ഞിരുന്നു. 2ാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല, റയൽ മാഡ്രിഡ് തന്നെയാണ്. RB ലീപ്സിഗിനെയാണ് അവർ പരാജയപ്പെടുത്തിയിരുന്നത്. 1ാം സ്ഥാനത്ത് നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ്. മികച്ച പ്രകടനമാണ്, മികച്ച വിജയമാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഏതായാലും ആരായിരിക്കും ഇത്തവണത്തെ UCL കിരീടം നേടുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.